നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ജോലിയും കൊണ്ടേ ഞാൻ പോവും. ഇതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അച്ഛനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തോ പറഞ്ഞേ? അമ്മ പറഞ്ഞാലും ന്യായമില്ല അച്ഛാ. ആശ്രിത നിയമനം നടത്തുന്നതിന് ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ. ആ ജോലി കൊണ്ട് ആശ്രിതർക്ക് ഗുണമുണ്ടാവണം. സുധി സാറ് മരിച്ചപ്പോ ആരൊക്കെ ആശ്രിതരായി മാറിയത്? അമ്മ, അച്ഛൻ, പിന്നെ വേണമെങ്കിൽ ദേവിയേട്ടത്തി. ദേവിയേട്ടത്തിക്ക് ജോലി കിട്ടിയ അതിന്റെ ഗുണം ദേവിയേട്ടത്തിക്ക് മാത്രല്ലേ കിട്ടൂ. ദേവിയേട്ടത്തി ആണെങ്കിൽ നാളെ ഒരു കല്യാണം കഴിക്കുകയും ചെയ്യും. എന്ന് ശരത്തിനോട് ആര് പറഞ്ഞ? എന്തിനാ പറയുന്നത്? കൺമുന്നിൽ കണ്ടതല്ലേ. സുധി സാറല്ലാതെ മറ്റൊരു പുരുഷനും ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ദേവിയേട്ടത്തി സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലോ. അന്ന് എവിടെ പോയിരുന്നു ഈ ആദർശം? അത് സിദ്ധു എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചേ ഉള്ളൂ. ഇനി അങ്ങനെ ഒരു അബദ്ധം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഭാവിയെ കുറിച്ച് എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ജോലി കിട്ടി കഴിയുമ്പോ പതിയെ മനസ്സ് മാറും. ആ മാറ്റത്തിന് പങ്ക് പറ്റാൻ ഏതെങ്കിലും ഒരുത്തൻ വരികയും ചെയ്യും. അതിനും നല്ലത് ജോലി അമ്മയ്ക്ക് തന്നെ കിട്ടുന്നല്ലേ. അമ്മ കൊടുത്ത പരാതി അല്ല പിൻവലിക്കേണ്ടത്. പകരം ജോലിക്ക് വേണ്ടിയുള്ള ദേവിയേട്ടത്തിയുടെ അവകാശവാദമാ. ഈ ജോലി അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ദേവിയേട്ടത്തി എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിയാതെ വാശി പിടിക്കുന്നത് ശരിയല്ല. ഇത് എന്റെ കുടുംബകാര്യമാണ്. എന്റെ കുടുംബകാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ നിനക്കാരെ അധികാരം തന്നായി? ഓ, അങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ ഒരു അംഗമാണെന്നാ ഇത്ര നാളും വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇറങ്ങുക ഇപ്പൊ തന്നെ. നീ ഇറങ്ങിയ കൂടെ ഞാനും വരും. നിനക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടില് ഞാനും നിൽക്കില്ല. എങ്കിൽ ഞാനും വരും. നമുക്ക് 3 പേർക്കും കൂടി എവിടെയെങ്കിലും പോയി ജീവിക്കാം. അച്ഛ, അതൊന്നും വേണ്ട അച്ഛ. അതൊന്നും ശരിയാവില്ല അച്ഛ. അച്ഛന്ന് പറ. ശരി, ജോലി ആർക്ക് വേണമെന്ന് നമുക്ക് സാവകാശം ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛ, അച്ഛൻ അമ്മയോട് പറ അച്ഛ. അച്ഛൻ പറഞ്ഞ കേൾക്കും. ശരത്തേട്ടാ, ഒന്ന് വന്നേ. എന്തിനാ? വാ, പറയാം. അമ്മേ, മുത്തശ്ശി വന്നേ. വരാൻ വാ. വാ മോനെ, വാ ഇങ്ങോട്ട്. ഇനി ഇവിടെ നിൽക്കണ്ട, വാ. മോള് പറ, അച്ഛൻ ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ ആദ്യം തൊട്ട് പറയുന്നല്ലേ അച്ഛനോട് ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന്. ശരത്തിന്റെ ഒപ്പം അമ്മയും മുത്തശ്ശി ഇറങ്ങിപ്പോയാ അതിന്റെ ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കും അച്ഛന് ഊഹിക്കാമല്ലോ. കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരുത്തനാ ശരത്ത്. അവന്റെ കൂടെ 2 സ്ത്രീകൾ ഇറങ്ങി പോട്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ വേണ്ട അച്ഛ, അതൊന്നും വേണ്ട. നമുക്ക് ഈ വഴക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പൊ അവര് ജയിക്കട്ടെ എന്നാണ് മോള് പറയുന്നേ? ജയവും തോൽവിയൊക്കെ തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ, കളക്ടറല്ലേ അച്ഛ. കളക്ടറുടെ തീരുമാനം വരട്ടെ. എന്നിട്ട് പോരെ ഇതിനെ കുറിച്ചൊരു ചർച്ച.
ഇപ്പൊ നമ്മൾ കുറച്ച് താണു കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അച്ഛൻ ഈ കുടുംബത്തിന്റെ നാഥന. കുടുംബം ഒലിയാതെ നോക്കേണ്ടത് അച്ഛന്റെ കടമയാ. ആ കടമ ചെയ്യുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. അതിലൊരു നാണക്കേട് അച്ഛൻ വിചാരിക്കണ്ട. എന്നാലും മോക്കൊരു നന്മ വരുമ്പോ അത് തകർക്കാൻ നോക്കുന്നവരോട് എങ്ങനെയാ അച്ഛൻ ക്ഷമിക്കുന്നേ? ക്ഷമിക്കണം അച്ഛ, ഭൂമിയോളം ക്ഷമിക്കണം. ക്ഷമിക്കുന്നതിന്റെ കൂടെ അച്ഛ ദൈവം നമ്മൾ എത്ര കണ്ട് താണു കൊടുക്കുന്നു അത്ര കണ്ട് ഉയർത്തപ്പെടും. അമ്മ ഈ വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട. ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കാം. മോളെ, ജയിക്കുന്നത് പാർവതിയായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. പക്ഷേ ഇതിന്റെ എല്ലാം പിന്നിൽ അവനാ, ശരത്ത്. ജയിക്കുന്നത് യഥാർത്ഥത്തിൽ അവനാ. അത് ഓർക്കുമ്പോഴാ സങ്കടം. പോട്ടെ അച്ഛ, സാരില്ല. എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിലിരിപ്പുണ്ട്. എന്റെ സുധേട്ടൻ തീരുമാനിക്കട്ടെ ഇതിന്റെ അവസാനം എങ്ങനെ ആയിരിക്കണമെന്ന്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര വാശി പിടിച്ചാലും നടക്കില്ല അച്ഛ. ഓരോന്നിനും ഓരോ വിധിയുണ്ട്. അതുപോലെ വരട്ടെ എല്ലാം. അതുവരെ കാത്തിരിക്കണം. അല്ലെങ്കിൽ തകരാൻ പോകുന്നത് ഈ കുടുംബമായിരിക്കും. സംഭവിക്കാൻ പാടില്ല അച്ഛ. നീ എന്താടി വിചാരിച്ചത്? ആ ജോലിയും വാങ്ങി സുഖമായിട്ട് ജീവിക്കാവുന്നു. ഈ ശരത്ത് ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ലടി. അതിന് സുഖിച്ച് ജീവിക്കാൻ എനിക്ക് ജോലി വേണമെന്ന് നിന്നോടാരാ പറഞ്ഞേ? നീ നുണയൊന്നും പറയണ്ട. ആ ജോലി നീ എന്തുമാത്രം ആഗ്രഹിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനാടി അമ്മ ഇളക്കി വിട്ടത്. നിനക്ക് ആ ജോലി കിട്ടരുത്, അതായിരുന്നു എന്റെ ലക്ഷ്യം. എന്റെ ശ്രമം വിജയിച്ചു. പരാതി കളക്ടറുടെ മുമ്പിൽ ഇരിക്കുന്നല്ലേ ഉള്ളൂ. അതിനു മുമ്പേ നീ വിധി എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. നിനക്കൊരിക്കലും ആ ജോലി കിട്ടത്തില്ല.